ഹലോ, എസ്ട്രേ ഫാഷൻ ബുട്ടീക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. പിന്നെ നമ്മൾ വന്നിരിക്കുന്നത് കുറച്ച് ഹാൻഡ് എംബ്രോയിഡറി സാരീസ് ആയിട്ടാണ്. ഞാൻ എല്ലാ വീഡിയോസിലും പറയാറുണ്ട്, നമ്മൾ ഹാൻഡ് എംബ്രോയിഡറി ചെയ്യുന്നത് കസ്റ്റമൈസ്ഡ് ആയിട്ടാണ്. ഇപ്പം നമുക്ക് ഓർഡർ വരുന്ന അനുസരിച്ച് നമ്പർ ഓഫ് ഡിസൈൻസ് ആണെങ്കിലും കളർ കോമ്പിനേഷൻ ആണെങ്കിലും ഒക്കെ നമ്മൾ അതനുസരിച്ച് ചൂസ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്നത്. അതുപോലെ നമുക്ക് വന്നിരിക്കുന്ന കുറച്ച് ഓർഡേഴ്സ് ആണ്. ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്ന എല്ലാ സാരീസും കുറച്ച് പ്രീമിയം ആയിട്ട് തന്നെ നമ്മൾ ചെയ്തെടുത്തിരിക്കുന്ന സാരീസ് ആണ്. അപ്പം നമുക്ക് ഓരോരോ സാരീസ് ആയിട്ട് കാണാം. ഫസ്റ്റ് നമ്മൾ കാണിക്കുന്നത് ഈ ഒരു ലെമൺ യെല്ലോ ഷെയ്ഡിൽ ഷാഡോ വർക്ക് ചെയ്തിരിക്കുന്ന ഒരു സാരിയാണ്. ഇതിനകത്ത് കാണിക്കുന്ന 3 സാരീസ് ആണ്. 3 സാരീസും ഷാഡോ വർക്ക് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഏറ്റവും കൂടുതൽ ഓർഡേഴ്സ് വരുന്നതും ഏറ്റവും ഡിമാൻഡ് കൂടിയ കളക്ഷനും നമുക്ക് ഷാഡോ വർക്ക് തന്നെയാണ്. അപ്പൊ ഇതിനകത്ത് അത്യാവശ്യം നല്ല വലിയ സൈസിൽ ഷാഡോ വർക്ക് ചെയ്തിരിക്കുന്ന ഒരു സാരിയാണ്. ലെമൺ യെല്ലോയിൽ ബ്ലൂവും വയലറ്റും കൂടെ ഉള്ള ഒരു കോമ്പിനേഷനിലാണ് വർക്ക് ചെയ്തിരിക്കുന്നത്. ഇത് ഇതിന്റെ പല്ലുവിന്റെ എൻ പോർഷനിൽ വരുന്ന ഡിസൈനാണ്. അത്യാവശ്യം നല്ല വലിയ സൈസിൽ വന്നിരിക്കുന്ന ഡിസൈനാണ്. കണ്ടോ, കുറേ ഫ്ലവേഴ്സും അതനുസരിച്ചുള്ള ലീവ്സും ബ്രാഞ്ചസും ഒക്കെ വരുന്നത് പോലെ സ്കാറ്റർ ചെയ്ത് കിടക്കുന്ന ഒരു വലിയ ഫ്ലവർ ബഞ്ച് ചെയ്തിരിക്കുകയാണ്. ഇതിനകത്ത് ആ 2 കളേഴ്സ് മിക്സ് ചെയ്താണ് നമ്മൾ ഫ്ലവേഴ്സ് ചെയ്തിരിക്കുന്നത്. ലൈറ്റ് ഗ്രീൻ യൂസ് ചെയ്താണ് ലീഫും ബ്രാഞ്ചും ഒക്കെ ചെയ്തിരിക്കുന്നത്. ഷാഡോ വർക്ക് ആയതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് പ്രൊജക്ട് ചെയ്ത് കാണത്തുമില്ല. എന്നാൽ ആ ഒരു ലെമൺ യെല്ലോയിൽ ഈ ഒരു ബ്ലൂവിന്റെ ഷെയ്ഡ്സ് വളരെ ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. ഈ സെയിം സൈസിലുള്ള ഒരു ഡിസൈൻ നമ്മൾ പല്ലുവിന്റെ ഉൾവശത്തും ചെയ്തിട്ടുണ്ട്. ഉള്ളിൽ വരുന്ന എൻഡിലും സെയിം സൈസിൽ വരുന്നൊരു ഡിസൈൻ ഉണ്ട്. ഇങ്ങനെയാണ് പല്ലുവിന്റെ ഉള്ളിൽ വരുന്ന ഡിസൈൻ വരുന്നത്. നിറച്ച് ചെറിയ ചെറിയ ഫ്ലവേഴ്സ് വരുന്നത് പോലെയാണ് ഈ ഒരു ബഞ്ച് വരുന്നത്. ഒരുപാട് ഫ്ലവേഴ്സ് ഗ്യാദർ ചെയ്ത് വന്നിരിക്കുന്ന ഒരു വലിയ ഫ്ലവർ ബഞ്ച് ആയിട്ടാണ് നമ്മൾ ഈ ഒരു ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. ഈ സാരിയിൽ കൊടുത്തിരിക്കുന്ന എല്ലാ ഡിസൈൻസും ഇതേ സൈസിൽ വരുന്നത് പോലെ നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് ചെസ്റ്റ് പോർഷനിലാണ് ഡിസൈൻ വരുന്നത്. ചെസ്റ്റ് പോർഷനിലോട്ട് വരുമ്പോഴും ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ സെയിം സൈസിൽ തന്നെയാണ് നമ്മൾ ചെസ്റ്റ് പോർഷനിലെ ഡിസൈനും ചെയ്തിരിക്കുന്നത്. ഇങ്ങനെയാണ് ചെസ്റ്റ് പോർഷനിലെ ഡിസൈൻ വന്നിരിക്കുന്നത്. 2 വലിയ ഡിസൈൻസ് ആണ് വന്നിരിക്കുന്നത്. ഇതിന്റെ ഒരു സിംഗിൾ ഡിസൈൻ കൊണ്ട് തന്നെ നമ്മുടെ ചെസ്റ്റ് പോർഷൻ സത്യത്തിൽ കവർ ആകും. കണ്ടോ, ഒരു സിംഗിൾ ഡിസൈൻ കൊണ്ട് തന്നെ നമ്മുടെ ഫ്രണ്ട് ചെസ്റ്റ് പോർഷൻ കവർ ആകും. ബാക്കി സെക്കൻഡ് ഡിസൈൻ വരുന്നത് ഇങ്ങനെ താഴോട്ട് വരുന്നത് പോലെ വരും. അത്രയും നല്ല വലിയ സൈസിലാണ് ഈ ഒരു ഡിസൈൻ ചെയ്തെടുത്തിരിക്കുന്നത്. നമ്മൾ ഉടുത്ത് വരുമ്പോഴത്തേനും നിറച്ച് തിക്കായിട്ട് ആ ഒരു ഫ്ലവർ പാറ്റേൺ ശരിക്കും കാണാവുന്നത് പോലെ തന്നെയാണ് ഈ ഒരു സാരി വന്നിരിക്കുന്നത്. ഇതിന്റെ ലാസ്റ്റ് 3 ഡിസൈൻസ് ആയിട്ട് നമ്മൾ ബോട്ടം പോർഷനിൽ കൊടുത്തിരിക്കുന്നത്. ടോട്ടൽ 7 ഡിസൈൻസ് ആണ് നമ്മൾ ഈ ഒരു സാരിയിൽ ചെയ്തെടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് വലിയ 7 ഡിസൈൻസ് ചെയ്ത് നമ്മൾ ഇച്ചിരി പ്രീമിയം ആയിട്ട് തന്നെ ചെയ്തിരിക്കുന്ന സാരിയാണ്. ഞാനിത് ബോട്ടം പോർഷൻ തിരിച്ച് പിടിച്ചിരിക്കുന്നതുകൊണ്ടാണ് ഇത് താഴോട്ട് വരുന്ന പോലെ കാണിക്കുന്നത്. വെർട്ടിക്കലായിട്ട് ചെയ്തിരിക്കുന്ന സ്റ്റാൻഡിങ് പോസ്റ്റിൽ ചെയ്തിരിക്കുന്ന 3 ഡിസൈൻസ് ആണ്. സെയിം സൈസിൽ വരുന്ന സെയിം രീതിയിൽ വരുന്ന 3 ഡിസൈൻസ് ആണ്. ഒന്ന് റൈറ്റ് ലെഗ് പോർഷനിൽ, മറ്റു 2 ഡിസൈൻ നമ്മുടെ പ്ലേറ്റ്സിന് ഇടയ്ക്കോട്ടുകൂടെ വരുന്നത് പോലെയാണ് ഈ ഒരു ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നല്ല റിച്ച് ആയിട്ട് ആ ഒരു ഫ്ലവർ എംബ്രോയിഡറി വരുന്ന ഒരു ഡിസൈനാണ്. നമുക്ക് സാരി മാത്രമായിട്ടേ ഉള്ളൂ, ബ്ലൗസ് ഇതിനകത്ത് കസ്റ്റമൈസ് ചെയ്തിട്ടില്ല. നമുക്ക് ഇതിന്റെ കൂടെ ബ്ലൗസും വേണമെങ്കിൽ കസ്റ്റമൈസ് ചെയ്യാവുന്നതാണ്. അതുപോലെ ഇതിന്റെ നമ്പർ ഓഫ് ഡിസൈൻസും കളർ കോമ്പിനേഷൻസും ഒക്കെ നമുക്ക് ഓൾട്ടർ ചെയ്തെടുക്കാവുന്നതാണ്. നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്നത് ഈ ഒരു ലാവൻഡർ ഷെയ്ഡിൽ വരുന്ന കോട്ടൺ ചെക്കോട്ട സാരിയിൽ ഷാഡോ വർക്ക് വരുന്നതാണ്. നമ്മൾ പിങ്കിന്റെ ഡബിൾ ഷെയ്ഡ് ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് ഇതിനകത്ത് എംബ്രോയിഡറി കൊടുത്തിരിക്കുന്നത്. ഫുൾ സ്കാലപ്പ് ബോർഡേഴ്സ് വരുന്നത് പോലെയാണ് ഈ സാരി ചെയ്തിരിക്കുന്നത്. സ്കാലപ്പ് നമുക്ക് ആ സെൽഫ് ഷെയ്ഡിൽ തന്നെ, അതായത് ലാവൻഡർ ഷെയ്ഡിൽ തന്നെയാണ് നമ്മൾ സ്കാലപ്പും കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് ആ പിങ്കും വൈറ്റും കൂടെ ഉള്ള ഡബിൾ ഷെയ്ഡ് ത്രെഡും അതുപോലെ ഗ്രീനും കൂടെ ആ ഒരു ലാവൻഡറിൽ നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. ഇതിന്റെ പല്ലു പോർഷനാണ്. പല്ലു പോർഷനെ നമ്മൾ ആ ഒരു ഇങ്ങനെയാണ് പല്ലു പോർഷൻ മൊത്തമായിട്ട് വരുമ്പം കാണുന്നത്. ആ ഒരു മെയിൻ എൻഡിൽ നല്ലതായിട്ട് എൽ ഷേപ്പിൽ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. സെൻറ്ററിൽ ഒരു കുഞ്ഞു ഫ്ലവറും കൊടുത്തിട്ടുണ്ട്. ഉള്ളിൽ വരുന്ന എൻഡിലും ഒരു ചെറിയ ഫ്ലവർ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ഇതിന്റെ പല്ലു പോർഷൻ വരുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള സാരിയാണ്, എന്നാൽ നല്ല ടൈം എടുത്ത് ചെയ്യുന്ന പോലത്തെ എംബ്രോയിഡറി വർക്ക്, ചെറിയ ചെറിയ പെറ്റൽസ് ഷാഡോ വർക്കായിട്ട് ചെയ്തെടുത്തിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ലൊരു ടൈം കൺസ്യൂമിങ് ആണ്. പക്ഷെ കാണുമ്പോൾ വളരെ സിമ്പിളായിട്ട് നല്ലൊരു റോയൽ ലുക്ക് തരുന്നൊരു സാരി തന്നെയാണ്. അതുപോലെ ഇതിനകത്ത് സ്കാലപ്പ് ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ കുറച്ചും കൂടി ആ ഒരു സാരിയുടെ എലഗൻസ് ഒന്നുകൂടി ഒന്ന് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ഇതിന്റെ ആ ഒരു റണ്ണിങ് പോർഷൻ വരുന്നത്. അതായത് ബാക്കിലേക്ക് കിടക്കുന്ന പോർഷൻ ഇങ്ങനെയാണ് വരുന്നത്. 2 ചെറിയ ഡിസൈൻസ് കൂടി ഈ ഒരു റണ്ണിങ് പോർഷനിൽ വന്നിട്ടുണ്ട്. 2 ഫ്ലവേഴ്സ് വീതം വരുന്ന ഡിസൈനാണ് ഇത് റണ്ണിങ് പോർഷനിൽ വരുന്നത്. വലിയ ഗ്യാപ്പ് ഇല്ലാതെയാണ് ഇതിന്റെ ഫുൾ പല്ലു ഡിസൈൻ വരുന്നത്. കണ്ടോ, ഇങ്ങനെയാണ് ഇതിന്റെ ഫുൾ പല്ലു വരുന്നത്. 2 ചെറിയ ഡിസൈൻസ് ആ എൽ ഷേപ്പിൽ ഇങ്ങനെ സ്കാറ്റർ ചെയ്ത് കിടക്കുന്ന ഒരു ഫ്ലവർ ഡിസൈനും കൂടെയാണ് ഇതിന്റെ ഈ ഒരു പല്ലു പോർഷൻ വരുന്നത്. നെക്സ്റ്റ് ഇതിന്റെ ചെസ്റ്റ് പോർഷൻ വരുന്നത് നമ്മൾ ആ പല്ലു പോർഷനിൽ കണ്ടതുപോലെ കുറച്ച് ഫ്ലവേഴ്സ് ഇങ്ങനെ ഒരു സ്കാറ്റർ ചെയ്ത് കിടക്കുന്ന ഒരു രീതിക്കാണ് ഇതിന്റെ ചെസ്റ്റ് പോർഷൻ വരുന്നത്. ഇങ്ങനെയാണ് ഇതിന്റെ ചെസ്റ്റ് പോർഷൻ വരുന്നത്.
കുറച്ച് ഫ്ലവേഴ്സ് സ്കാറ്റർ ചെയ്ത് കിടക്കുന്ന രീതിയിലാണ് ഇതിന്റെ ചെസ്റ്റ് പോർഷൻ വരുന്നത്. ഇതിൽ ഫുൾ ബോർഡറിലും, അതായത് ഇതിന്റെ ഫ്ലീറ്റ് വരുന്ന ഭാഗത്തല്ലാത്ത ഫുൾ ബോർഡറിലും ഈ ഒരു ഗ്യാപ്പിൽ നമ്മൾ ഈ ഒരു ഫ്ലവേഴ്സ് സ്കാറ്റർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പാറ്റേണിൽ നമ്മൾ ഒരുപാട് സാരീസ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ ഒരു പ്രീമിയം ആയിട്ടുള്ള ഒരു കസ്റ്റമറിന്റെ സാരി തന്നെയാണ്. ഈ ഒരു പാറ്റേണിൽ നമ്മൾ ഒരുപാട് സാരീസ് ഈ ഒരു കസ്റ്റമറിന് വേണ്ടി ചെയ്തിട്ടുണ്ട്. വീണ്ടും കസ്റ്റമൈസ് ചെയ്തെടുത്തിരിക്കുന്ന ഒരു സാരിയാണ്. അപ്പൊ ഇതിന്റെ ആ ഒരു ചെസ്റ്റ് പോർഷൻ കഴിഞ്ഞ് ബാക്കി ബോർഡർ പോർഷൻ, ഒരു സാരിയുടെ ഹാഫ് പോർഷൻ, അതായത് ലെഫ്റ്റ് ലെഗ് പോർഷൻ വരെ വരുന്ന ഭാഗത്തായിട്ട് ഇങ്ങനെ സ്കാറ്റർ ചെയ്ത് വീണ്ടും ഡിസൈൻസ് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഫ്ലീറ്റിന് ഇടയ്ക്കോട്ട് നമ്മുടെ കസ്റ്റമറിന് ഡിസൈൻസ് വേണ്ടാത്തത് കൊണ്ട് തന്നെ ബോട്ടം പോർഷനിൽ ഫ്ലീറ്റ് വരുന്ന ഭാഗങ്ങളിൽ നമ്മൾ ഡിസൈൻ കൊടുത്തിട്ടില്ല. അതിനുശേഷം നമ്മുടെ ഫ്ലീറ്റിന് മുമ്പ് റൈറ്റ് ലെഗ് പോർഷനിൽ നിന്ന് ബാക്കിലോട്ട് വരുന്നത് പോലെയാണ് ഈ ഒരു ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. അതായത് നമ്മൾ ഉടുത്ത് വരുമ്പം ബാക്കിൽ നിന്ന് റൈറ്റ് ലെഗ് പോർഷനിലോട്ട് വരുന്നത് പോലെ ഇങ്ങനെ ഒരു ഡിസൈൻ വരുന്നുണ്ട്. അതും സ്കാറ്റർ ചെയ്ത് നമ്മൾ ചെസ്റ്റ് പോർഷനിൽ കണ്ടതുപോലെ ഇച്ചിരി ലെങ്തിൽ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ഈ ഒരു സാരി വരുന്നത്. ഈ ഒരു സാരിക്ക് അറ്റാച്ച്ഡ് ആയിട്ട് ബ്ലൗസ് ഉണ്ട്. ബ്ലൗസിൽ നമ്മൾ സ്കാലപ്പ് ചെയ്യാറില്ല നോർമലി. കാരണം വെച്ചാൽ ഈ കോട്ടൺ ചെക്കോട്ട സാരീസിൽ നമ്മൾ ബ്ലൗസ് തയ്ക്കുമ്പോൾ എപ്പോഴും ലൈനിങ് വെച്ചാൽ തയ്ക്കേണ്ടത്. നമ്മൾ സ്ലീവ് ഒക്കെ ആണെങ്കിൽ തന്നെയും ലൈനിങ് വെച്ച്, നോർമൽ ഓർഗൻസ സാരീസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ സ്ലീവ് ലൈനിങ് വെക്കാതെയൊക്കെ ചെയ്യാറുണ്ട്. പക്ഷെ ഇത് നമ്മൾ സ്ലീവ് ആണെങ്കിലും ലൈനിങ് വെച്ചാണ് ചെയ്യുന്നത്. ആ സമയത്ത് നമുക്ക് ഈ ഒരു ബ്ലൗസിന്റെ സ്ലീവ്സിൽ സ്കാലപ്പ് കൊടുത്താൽ ലൈനിങ് വെക്കാനായിട്ട് പോസിബിൾ അല്ലാതെ വരും. അത് രണ്ടായിട്ടൊക്കെ ചെയ്യേണ്ടി വരും. അപ്പൊ അതൊരു അഭംഗി ആയതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും സ്ലീവ്സിൽ സ്ലീവ്സിൽ സ്കാലപ്പ് കൊടുക്കാറില്ല. സ്ലീവ്സിൽ രണ്ട് സ്ലീവ്സിലും ഈ ഒരു 2 ഫ്ലവർ ഡിസൈൻ വരുന്നത് പോലെ ഒരു പാറ്റേണിൽ ഒരു ഡിസൈനാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെയാണ് വിത്ത് ബ്ലൗസ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണ് ഈ ഒരു സാരി വരുന്നത്. നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്ന വീണ്ടും ഒരു കോട്ടൺ ചെക്കോട്ട സാരിയാണ്. നമ്മുടെ വൈറ്റ് ഷെയ്ഡിലെ കോട്ടൺ ചെക്കോട്ട സാരിയിൽ ഈ ഒരു ഡിസൈൻ നമ്മൾ നേരത്തെ വീഡിയോയിലും ഒക്കെ കാണിച്ചിട്ടുള്ളതാണ്. നമ്മൾ പിങ്കിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ആ ഒരു ഷാഡോ വർക്ക് ഡിസൈൻ ആണ് ഇത്. നമ്മൾ നേരത്തെ ഒരു വൈറ്റ് ഓർഗൻഡി സാരിയിലും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് നമുക്ക് ഈ ഒരു വൈറ്റ് കോട്ടൺ ചെക്കോട്ട സാരിയിൽ ഈ ഡിസൈൻ നമ്മൾ ചെയ്തിരിക്കുകയാണ്. അതിന്റെ കൂടെ തന്നെ സെയിം കളറിലെ ത്രെഡ് വെച്ചിട്ട് നമ്മൾ ഈ ഒരു സാരിക്ക് ഫുൾ ബോർഡർ സ്കാലപ്പും കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് 5 ഡിസൈനാണ് ഇതിന്റെ പല്ലു പോർഷനിൽ ഇവിടെ വന്നിരിക്കുന്നത്. പിന്നെ പല്ലു പോർഷന്റെ 2 വശത്തും അല്ലാതെ ഡിസൈൻസ് കൊടുത്തിട്ടുണ്ട്. സെൻട്രൽ പോർഷനിൽ ഒരു ഡിസൈനും ഉൾവശത്ത് വരുന്നത് പോലെ ഒരു ഡിസൈൻ, ഉള്ളിലെ പോർഷനിൽ വരുന്നത് പോലെയും ഡിസൈൻസ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ കണ്ട ലാവൻഡർ സാരിയുടെ സെയിം ഒരു പാറ്റേൺ ആണ് ഈ ഒരു സാരി ഫോളോ ചെയ്തിരിക്കുന്നത്. പ്ലീറ്റ്സിന്റെ ഇടയ്ക്ക് ഡിസൈൻസ് വരാതെ ബാക്കി പോർഷനിലെല്ലാം തന്നെ ഡിസൈൻസ് വരുന്ന ഒരു പാറ്റേണിലാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സെയിം കസ്റ്റമർ തന്നെ നമുക്ക് തന്നിരിക്കുന്ന ഓർഡേഴ്സ് ആണ്. ഇതിന്റെ റണ്ണിങ് പോർഷനാണ് ഈ കാണുന്നത്. റണ്ണിങ് പോർഷനിൽ വരുമ്പോഴത്തേനും ഇതുപോലെയാണ് ഡിസൈൻസ് വരുന്നത്. ഇതുപോലെ 3 ഡിസൈൻസ് ആണ് ഇതിന്റെ. ഈ ഒരു 2 ഡിസൈൻസ് ഇങ്ങനെ വരുന്നു. അതിന്റെ എൻ പോർഷനിലെ ഡിസൈൻ, അങ്ങനെ 3 ഡിസൈൻസ് ഈ ഒരു സൈഡിൽ തന്നെ നമുക്ക് പല്ലുവിന്റെ വരും. അതുപോലെ തന്നെ ഈ ഒരു സെയിം കളറിലുള്ള സ്കാലപ്പോട് കൊടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ ഈ സാരി നല്ല ഭംഗിയായിട്ട് ഉടുത്ത് വരുമ്പോഴത്തേനും നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. ഇതിനകത്ത് കോൺട്രാസ്റ്റ് ആയിട്ട് സ്കാലപ്പ് കൊടുക്കാൻ കാരണം കസ്റ്റമറിന് വൈറ്റിന്റെ കൂടെ കളറുള്ള ബ്ലൗസ് പെയർ ചെയ്യാനാണ് താല്പര്യം. അതുകൊണ്ട് തന്നെ നമ്മൾ കളറിലുള്ള ഈ ഒരു സ്കാലപ്പ് വർക്ക് കൊടുത്തിരിക്കുന്നത്. അപ്പം നമ്മൾ മറ്റേ ലാവൻഡറിൽ സെൽഫ് കൊടുത്തിരിക്കുന്നത് അതിന് ആ സെൽഫ് കളർ തന്നെ ബ്ലൗസ് ഉള്ളത് കൊണ്ടാണ്. അപ്പം അതൊക്കെ നമുക്ക് കസ്റ്റമറിന്റെ ചോയ്സ് അനുസരിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. നെക്സ്റ്റ് ഇതിന്റെ ചെസ്റ്റ് പോർഷനിലാണ് ഡിസൈൻ വരുന്നത്. ചെസ്റ്റ് പോർഷനിലോട്ട് വരുമ്പോൾ നമ്മൾ ആ പല്ലുവിന്റെ എൻഡിൽ കണ്ട 5 ഫ്ലവേഴ്സ് ഉള്ളൊരു ഡിസൈൻ നമുക്ക് ആ ചെസ്റ്റ് പോർഷനിൽ രണ്ട് ഡിസൈൻസ് അങ്ങനെ വരുന്നുണ്ട്. 5 ഫ്ലവേഴ്സ് ഉള്ളൊരു ഡിസൈൻ ഇതുണ്ടോ. ഇങ്ങനെയാണ് ചെസ്റ്റ് പോർഷനിലെ 2 ഡിസൈൻസ് വരുന്നത്. അത്യാവശ്യം നല്ല വലുപ്പത്തിൽ തന്നെ നല്ല കവറേജ് വരുന്നത് പോലെ തന്നെയാണ് ഈ ഡിസൈൻസ് വരുന്നത്. ഇങ്ങനെ 2 ഡിസൈൻസിന് ശേഷം വീണ്ടും ഈ ഒരു സാരിയുടെ ബോട്ടം പോർഷനിലോട്ട് വരുമ്പോഴത്തേനും ഇതുപോലെ 3 ഡിസൈൻസ് ആണ്. ഇതിന്റെ ആ ഒരു സാരിയുടെ കറക്റ്റ് ഹാഫ് പോർഷൻ വരെയും ഡിസൈൻസ് വന്നിട്ടുണ്ട്. ഒരു ഏകദേശം ഒരേ ഗ്യാപ്പിൽ തന്നെ വരുന്നത് പോലെ 3 ഫ്ലവേഴ്സ് വീതം വരുന്ന പാറ്റേണിലാണ് ഇതിന്റെ ആ ഒരു സാരിയുടെ ഹാഫ് പോർഷൻ വരെയും ഡിസൈൻസ് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് ഒരു സാരിയുടെ ഹാഫ് പോർഷൻ കഴിയുന്ന ഭാഗം തൊട്ട് നമുക്ക് ഫ്ലീറ്റ്സ് ആണ് വരുന്നത്. അതിനുശേഷം ഫ്ലീറ്റ്സിന് മുമ്പുള്ള ഡിസൈനാണ് പിന്നെ വരുന്നത്. അതായത് നമ്മുടെ റൈറ്റ് ലെഗ് പോർഷനും അതിന് മുമ്പും നമ്മൾ ബാക്കിൽ നിന്ന് ഫ്രണ്ടിലോട്ട് റൈറ്റ് ലെഗ് പോർഷനിലോട്ട് വരുന്ന ഭാഗവും വരുന്ന അങ്ങനെ 2 ഡിസൈൻസ് ഈ ഒരു സാരിയിൽ വീണ്ടും നമ്മൾ കൊടുത്തിട്ടുണ്ട്. ബോട്ടം പോർഷനിൽ വരുന്ന ഡിസൈൻസ് ഈ 2 എണ്ണമാണ്. ഈ ഒരു ഡിസൈൻ വരുന്നത് നമ്മുടെ റൈറ്റ് ലെഗ് പോർഷനിൽ വരും. അതുപോലെ ഇത് ബാക്ക് പോർഷനിലോട്ട് വരും. അതായത് റൈറ്റ് ലെഗ് പോർഷന് മുമ്പായിട്ട് നമ്മൾ ഉടുത്ത് വരുമ്പോൾ പുറകിൽ നിന്നൊക്കെ കാണാവുന്നത് പോലെ ഒരു രീതിയിൽ ഈ ഒരു ഡിസൈൻ വരും. ഇങ്ങനെയാണ് ബോട്ടം പോർഷനിൽ 2 ഡിസൈൻസ് കൊടുത്തിരിക്കുന്നത്. ഇത്രയും ഡിസൈൻസ് ആണ് ഈ ഒരു സാരിയിൽ ചെയ്തെടുത്തിരിക്കുന്നത്.
അപ്പോൾ ഈ കാണിച്ച സാരീസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലെ സാരീസ് ഒക്കെ കസ്റ്റമൈസ് ചെയ്യിക്കാനായിട്ട് നമ്മൾ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഇത് ഓരോന്നും ഡിസൈൻസ് അനുസരിച്ചാണ് റേറ്റ് വരുന്നത്. സ്കാലപ്പിന് എക്സ്ട്രാ റേറ്റ് അഡീഷണൽ ആയിട്ടാണ് വരുന്നത്. സ്കാലപ്പ് നമുക്ക് പെർ മീറ്റർ 75 rupees ആണ് വരുന്നത്. ബാക്കി ഓരോ ഡിസൈൻ അനുസരിച്ചും അതിന്റെ നമ്പർ ഓഫ് ഡിസൈൻസ് അനുസരിച്ചും നമുക്ക് ഒരു ഡിസൈൻ ചെയ്തെടുക്കാനായിട്ട് എടുക്കുന്ന സമയം അനുസരിച്ചായിരിക്കും റേറ്റ് വരുന്നത്. അപ്പോൾ അതൊക്കെ കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യാനായിട്ട് നമ്മൾ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി. കൂടുതൽ ഹാൻഡ് എംബ്രോയിഡറി, മെഷീൻ എംബ്രോയിഡറി, ഹാൻഡ് പിക്ക് കളക്ഷൻസ് ഒക്കെ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.